ഹായ് ഫ്രണ്ട്സ്, മംസ് ഫേവറേറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഗുഡ് ഫ്രൈഡേക്ക് ഉണ്ടാക്കുന്ന മാങ്ങാക്കറിയാണ്. ഗുഡ് ഫ്രൈഡേ ഞങ്ങളുടെ നാട്ടിലെ കറി കുറുക്കും. അപ്പോൾ അതിൻ്റെ സൈഡ് ഡിഷായിട്ട് ഈ മാങ്ങാക്കറിയാണ് ഉപയോഗിക്കുക. മാങ്ങാക്കറിക്ക് പുളിയില്ലാത്ത മാങ്ങയാണ് വേണ്ടത്. പുളിയുള്ള മാങ്ങയാണെങ്കിൽ അതിൻ്റെ പുളി കളഞ്ഞിട്ടാണ് വെക്കുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ മാങ്ങാക്കറി തയ്യാറാക്കാം. മാങ്ങാക്കറി തയ്യാറാക്കാൻ ഞാനിവിടെ മൂവാണ്ട മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. മാങ്ങാക്കറിക്ക് പുളിയില്ലാത്ത ഒട്ടുമാങ്ങയാണ് വേണ്ടത്. ചിലർ വട്ടമാങ്ങ എന്നും പറയും. ഇത് നന്നായി മൂത്ത് ചനച്ച മാങ്ങ ആയതുകൊണ്ട് മാങ്ങാക്കറി ഉണ്ടാക്കാൻ നല്ലതാണ്. മാങ്ങ തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. വലിയ കഷ്ണങ്ങളാക്കരുത്. മാങ്ങയുടെ തൊലി നന്നായി ഡീപ്പായിട്ട് കളയേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് കളഞ്ഞാൽ മതി. മൂവാണ്ടൻ മാങ്ങ കറിയിലിട്ടാൽ പെട്ടെന്ന് ഉടഞ്ഞു പോകും. അതുകൊണ്ട് ഞാനത് ഉപ്പ് തിരുമ്മി വെച്ചിട്ടുണ്ട്. കറിയിലിട്ടാൽ പെട്ടെന്ന് ഉടഞ്ഞു പോകുന്ന മാങ്ങയൊക്കെ നമുക്കിതുപോലെ ഉപ്പ് തിരുമ്മി 10 മിനിറ്റ് വെച്ചാൽ മതി. അതുപോലെ പുളി കൂടുതലുള്ള മാങ്ങയൊക്കെ ഇതുപോലെ ഉപ്പ് തിരുമ്മി വെച്ചാൽ പുളിവെള്ളം ഊറി വരുമ്പോൾ അത് കളഞ്ഞിട്ട് മാങ്ങ മാത്രം കറിയിലിട്ടാൽ മതി. ഇനി നമുക്ക് മാങ്ങാക്കറി ഉണ്ടാക്കാനായിട്ട് കുറച്ച് ചുവന്നുള്ളി വേണം. ഒരു 5-8 ചുവന്നുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക് വേണമെങ്കിൽ എടുക്കാം. ഞാനിവിടെ ഒരു 2-3 ചൂഞ്ഞമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ 2 കതിര് വേപ്പിലയും. ഇനി ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കണം. ഇപ്പോൾ ഇഞ്ചിയും ഉള്ളിയും പച്ചമുളകൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട്. 3/4 കപ്പ് തെമ്പാലും 1/4 കപ്പ് രണ്ടാം പാലും എടുത്തിട്ടുണ്ട്. ഇതുപോലെയുള്ള പകുതി തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. ഇത് 1-ാം പാല്, ഇത് 2-ാം പാല്. ഇനി നമുക്ക് ഒരു മൺചട്ടി എടുത്ത് അതിലേക്ക് ഈ ചതച്ചെടുത്തിട്ടുള്ള ഉള്ളിയും പച്ചമുളകൊക്കെ ഇടാം. രണ്ട് കതിര് വേപ്പിലയും കൂടി ഇടാം. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. മുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ ഇടുന്നുണ്ട്. ഈ മാങ്ങാക്കറിക്ക് അധികം എരിവ് പാടില്ല. അപ്പോൾ പച്ചമുളകൊക്കെ ഇടുന്നുണ്ടെങ്കിൽ മുളക് പൊടി വളരെ കുറച്ചിട്ടാൽ മതി. ആവശ്യത്തിന് ഉപ്പിടാം. പൊടിയുപ്പിനേക്കാളും എപ്പോഴും നല്ലത് കല്ലുപ്പാണ്. ഞാൻ പരമാവധി കല്ലുപ്പാണ് ഉപയോഗിക്കുക. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 2-ാം പാൽ ഒഴിക്കാം. മാങ്ങ ഇപ്പോൾ ഇതിലേക്ക് ഇടുന്നില്ല. മൂവാണ്ടൻ മാങ്ങ പെട്ടെന്ന് ഉടയും. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളിതിലേക്ക് മാങ്ങ ഇടാത്തത്. ഇത് നന്നായി തിളച്ച് പാകാവാറാവുമ്പോൾ നമുക്ക് വാങ്ങിയിട്ടാൽ മതി. ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് തിളപ്പിക്കാം. ഇപ്പോൾ തിളച്ച് പാകമായിട്ടുണ്ട്. ഇനി മാങ്ങ നമുക്കിതിലേക്ക് ഇടാം. ഊറി വന്ന ഈ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിക്കണില്ല. മാങ്ങക്കറിക്ക് ചെറിയൊരു പുളി മാത്രമല്ലേ വേണ്ടൂ. 2 മിനിറ്റ് ഒന്ന് തിളച്ചാൽ മതി. മാങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടും. മാങ്ങ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് 1-ാം പാൽ ഇതിലേക്ക് ഒഴിക്കാം. ഇളക്കി യോജിപ്പിക്കാം. ഇനി ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ മതി. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. കടുക് പൊട്ടിക്കുന്നതിനായി ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 4 വറ്റൽമുളക് 2ആയി മുറിച്ചത് ഇതിലേക്ക് ഇടാം. ഒരു കതിര് വേപ്പിലയും കൂടി ഇടാം. ഇനി മാങ്ങാക്കറിയിലേക്ക് ഇതൊഴിക്കാം. അപ്പോൾ ഗുഡ് ഫ്രൈഡേക്ക് ഉണ്ടാക്കുന്ന നല്ലൊരു അടിപൊളി മാങ്ങാക്കറി തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ ഈ ഗുഡ് ഫ്രൈഡേക്ക് ഈ മാങ്ങാക്കറി തയ്യാറാക്കണം കേട്ടോ. കമൻറ്റ്സ് അറിയിക്കണം. ഈ മാങ്ങാക്കറിക്ക് അധികം എരിവും പുളിയൊന്നും ഇല്ലാത്തത് കൊണ്ട് കുട്ടികൾക്ക് നന്നായി ഇഷ്ടപ്പെടും.
ചെനച്ച മാങ്ങ ആയതുകൊണ്ട് നേരിയൊരു മധുരിപ്പ് ഉണ്ടായിരിക്കും. പിന്നെ പുളിവെള്ളം നമ്മൾ കളയുകയും ചെയ്തല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി വരാം. താങ്ക് യു.